വളരെ ദുരൂഹമാണ്. 40-50 ലക്ഷം രൂപ മെറ്റൽ വില മാത്രമുള്ള വാജിവാഹനമൊക്കെ ഒരു ബന്ധവും ഇല്ലാതെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുക, ഏതോ നിയമത്തിന്റെ ഇല്ലാത്ത നിയമത്തിന്റെ കാര്യം പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുക? ആ ഇടപാട് ഉറപ്പായിട്ട് ദുരൂഹമാണ്. അത് ഇത് വിറ്റതിന്റെ അവരുടെ ഒരാടെ വീതമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും തർക്കമോ അതിന്റെ പേരിലായിരിക്കും കൊലപാതകം വരെ നടന്നിരിക്കുന്നത്. അത്രമാത്രം ഗുരുതരമായ വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. ശ്രീ മഹേഷ് പണിക്കർ, ഈ സംഭവഗതികൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതും അമ്പരപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ അങ്ങേക്കറിയാവുന്നതാണ് എങ്ങനെയാണ് ശബരിമലയിലെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ആചാരപരമായ കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാമുഖ്യം നൽകുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ വരുന്ന മൊഴികൾ എത്രത്തോളം അവിശ്വസനീയമാണ്, ഈ SITയുടെ അന്വേഷണത്തിന് പിന്നാലെ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എത്രത്തോളം അവിശ്വസനീയമാണ്. ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴിയൊക്കെ പുറത്തു വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹത്തിന്റെ സ്ഥലം റിയൽ എസ്റ്റേറ്റ് ബന്ധമടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതും 2019 മുതൽ ഇങ്ങോട്ട് അസാധാരണമായ തോതിലുള്ള ധനസമ്പാദനം ഉണ്ടായിട്ടുണ്ട് എന്നതും അടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത്രയും കുബുദ്ധിയോടെ, ഇത്രയും സാമ്പത്തിക താല്പര്യത്തോടെ കണ്ണി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എത്രത്തോളം അവിശ്വസനീയമാണ്? ഇല്ല, ഇതിനകത്ത് മെയിനായിട്ട് ഈ ദൈവതുല്യർ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ, ഒരു അയ്യപ്പനോടൊപ്പം തുല്യമായിട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ സഹായമില്ലാതെ ഇതൊരിക്കലും ഏത് മന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥ തലത്തിലോ മന്ത്രിതലത്തിലോ ഒക്കെയുള്ള വലിയ ആൾക്കാരുണ്ടെങ്കിൽ പോലും അതിനകത്ത് ആ തന്ത്രിയുടെ ഇതില്ലാതെ, കാര്യം അതിനകത്ത് നിൽക്കുന്ന കോർ സാധനങ്ങളായി പോയിരിക്കുന്ന മൊത്തം പുറത്തെ ഒരു സാധനമല്ല, റോഡ് പണിയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കെട്ടിടം പണിയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഭവമല്ല. ഈ കോറിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുടെ അനുവാദവും അവരുടെ ആ ഒരു താല്പര്യവും ഇല്ലാതെ പറ്റില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇപ്പം ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പത്മകുമാറുമായിട്ടും ഒക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും അടുപ്പമുള്ള ബന്ധമാണ് ഈ തന്ത്രി കുടുംബവുമായിട്ട് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. കാര്യം ആദ്യം പോലെ അദ്ദേഹത്തെ ജാലഹലി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴകത്തിൻ്റെ കീഴ്ക്കഴകം എന്ന് പറഞ്ഞാൽ നിവേദ്യം, അയ്യപ്പന്റെ നിവേദ്യം, ഇടപ്പള്ളിയുടെ ഉത്തരവാദിത്തം മൊത്തം ലേലം എടുക്കുന്ന ഇദ്ദേഹമാണ്. ഇതൊക്കെ അങ്ങനത്തെ ഒരു കോറിലാണ് ഈ സാധനം നടന്നിരിക്കുന്നത്. അതിൻ്റെതാണ് ആദ്യം തന്നെ ഈ നമ്മുടെ പത്മകുമാർ ദൈവതുല്യരാണ് എന്നെ ഇതിനകത്ത് പെടുത്തിയതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം തന്നെ തന്ത്രി അദ്ദേഹത്തിന്റെ കമന്റ് വരികയാണ്. ആരും ചോദിച്ചിട്ടല്ല, ഞാൻ ദൈവതുല്യനല്ല, ഞാൻ വെറും തന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട്. കാര്യം അത് കൈ പൊക്കി കയ്യിലെ രക്തക്കറ ഇങ്ങനെ തുറന്നു കാണിക്കുന്ന പോലെയാണ്. അപ്പം അത്രയ്ക്ക് ഗുരുതരമായ വിഷയങ്ങളാണ്. ഇവരിത് അല്ലെങ്കിൽ ഒരു ധൈര്യം, എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഇത്രയും ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഹൈക്കോടതി ഇപ്പോൾ റിപ്ലിക്ക ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമല്ലല്ലോ. കട്ടളപ്പാളി, ധാരപാലകപാളി, കഥക്, പിന്നെ എത്ര കാര്യങ്ങൾ, അവിടുത്തെ മണി, അവിടുത്തെ കൊടിമരം, അവിടുത്തെ വാജിവാഹനം, അവിടുത്തെ നമ്മൾ അഷ്ടദിക്പാലകർ, 18-ാം പടി, ഈ വക സാധനങ്ങളെല്ലാം ഈ തന്ത്രി തന്നെ 2-3 പേരാ ടേമാണ്. ഒരാടെ ടേമി വരുമ്പോൾ മാത്രമാണ് ഇതിനെല്ലാം കംപ്ലൈൻറ്റ് വരുന്നത്. ആ കംപ്ലൈൻറ്റ് നമ്മൾ ഇതെല്ലാം ശരിക്കും ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് വളരെ ദുരൂഹമാണ്. 40-50 ലക്ഷം രൂപ മെറ്റൽ വില മാത്രമുള്ള വാജിവാഹനമൊക്കെ ഒരു ബന്ധവും ഇല്ലാതെ എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുക, ഏതോ നിയമത്തിന്റെ ഇല്ലാത്ത നിയമത്തിന്റെ കാര്യം പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുക? അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണ്. കാര്യം ഈ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ ധാരാപാലകരുടെ താഴത്തെ പീഠം ആരാ കൊണ്ടുവന്നത്? വാസുദേവൻ. ഈ വാസുദേവൻ ഏതാ? ഈ വാസുദേവൻ ആദ്യം നമ്മുടെ അവിടുത്തെ മണി പണിതിരിക്കുന്നത്. ആ മണി പണിതതിന്റെ അദ്ദേഹത്തിന്റെ അളിയനോ ആരാണ്? അജികുമാർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് SIT ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെയും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ആ അജികുമാറിന്റെ മരണം പോലും ദുരൂഹമാണ്. ഈ അജികുമാർ 35 ലക്ഷം രൂപ മുടക്കിയെന്നാ പറയുന്നത്. 2 മണി ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് മണി ഉണ്ടാക്കി വെക്കാൻ എവിടെയാണ് 35 ലക്ഷം രൂപയുടെ ചെലവ്? അപ്പം അതൊക്കെ ഈ കൊള്ളമുതലാണ്. കൊള്ളമുതലിന്റെ വീതമെപ്പിനകത്ത് സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. വളരെ ഗുരുതരമാണ്. ഇതൊക്കെ പുറത്തു വരണം. ഇതൊക്കെ പുറത്തു വന്നാൽ മാത്രമേ ഇതിന്റെ അന്വേഷണം കറക്റ്റായിട്ട് പോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. എന്തായാലും സമൂഹത്തിലെ ഇത്രയും ഉന്നതരായ, ഇത്രയും സാമ്പത്തികമായിട്ട് സൗണ്ട് ഉള്ളവർ ഈ പറഞ്ഞ അന്നത്തെ കാലത്ത് സ്വർണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2700-2800 രൂപയാണ് 1 ഗ്രാമിന്. അതായത് 1 കിലോയ്ക്ക് 28 ലക്ഷം രൂപ. ഇവർ 1 കിലോ മോട്ടിച്ചാൽ പോലും ഈ 28 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഈ ഒരു 10 പേര് ഇതിനകത്തൊരു കാര്യം ഒരു കൺസോർഷ്യം പോലാണ്, ഒരു തന്ത്രി, അങ്ങനെ കുറെ ആൾക്കാരായി ചേർന്നുള്ളൊരു കൊള്ളയാണ്. അപ്പം ഒരിക്കലും അവർ നിസാര ഒരു എമൗണ്ടിന് അത് ചെയ്യില്ല. മാത്രമല്ല ഉന്നതങ്ങളിലേക്ക് അറിയിക്കാൻ അവർ ശ്രമിക്കത്തുമില്ല. കാര്യം ഏത് സമയത്തും ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പോകുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിനകത്ത് ഇവർ ഏറ്റവും താഴെ കുറച്ച് ആൾക്കാർ മാത്രം ഇടപെട്ട് നടത്തുന്ന ഒരു ഗൂഢസംഘം പോലെ അത് പ്രവർത്തിക്കാനായിട്ട് സാധ്യതയുള്ളൂ. ആ ഗൂഢസംഘത്തിൽ എന്തായാലും മുകളിലോട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര ആയാലും അവര് ഒരു തരത്തിലും അതിനകത്ത് എന്താ പറയാ അവരുടെ ഭാവി നോക്കത്തില്ല. 18-ാം പടിക്ക് തൊട്ട് മുകളിലായി കാണുന്ന 2 വലിയ മണികളുടെ കാര്യമല്ലേ അങ്ങ് പറഞ്ഞത്? അതെ. അത് മുൻപ് കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന വാജിവാഹനം ഉരുക്കി പണിതല്ലേ?
അല്ലല്ല, വാജിവാഹനം ഒരുക്കിയിട്ടില്ല. ആ വാജിവാഹനം വല്ലേ തന്ത്രിയുടെ ഉണ്ടെന്ന് ഇപ്പൊ അദ്ദേഹം പറയുന്നത്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാജിവാഹനം അദ്ദേഹത്തിന്റെ ഇരിപ്പുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനും അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ടുള്ള കുറുപ്പ് സാറും കൂടെ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതല്ലേ. ഇങ്ങോട്ട് വന്ന് പറഞ്ഞാണ് എന്റെ ഉണ്ട്. ഇത് പഞ്ചലോഹ നിർമ്മിതമാണോ? അതെ. പിന്നെ അങ്ങനെ അത് ഉരുക്കി മണിയാവുന്നേ? ഇത് വെള്ളിയാണ്. ആ വാജിവാഹനം എന്ന് പറയുന്ന വെള്ളിയാണ്. ഈ മണി എന്ന് പറയുന്നത് അത് വളരെ പ്രത്യേകതയുള്ള 2 ഫ്രീക്വൻസിയിലുള്ള മണിയാണ്. അത് ആ മണി എന്ന് പറയുന്ന 2 ഫ്രീക്വൻസിയിലുള്ള മണിയാണ്. അതൊരു നമ്മൾ നാളികേരം നമ്മൾ 18-ാം പടിയുടെ താഴെ വെച്ചിട്ട് ഈ തേങ്ങ ഉടച്ചിട്ട് മേളി വരുമ്പോഴത്തേക്ക് അതിന്റെ മെയിൽ തേങ്ങയുടെ 2 വശമുണ്ട്. ഈ കണ്ണുള്ള ഒരു വശവും നമ്മുടെ കൂമ്പുള്ള ഒരു വശവും. അതിനകത്ത് രണ്ട് ഭാഗമായിട്ടാണ്. ഈ 2 ഡിസൈനും അതിനകത്തുണ്ട്. ഒരു സൈഡിൽ 3 കണ്ണുള്ള ഭാഗവും ഒരു സൈഡിൽ ഇതും ഉള്ളത്. മാത്രമല്ല അതിന്റെ ഫ്രീക്വൻസി 2 ഫ്രീക്വൻസി സാക്രഡ് ഫ്രീക്വൻസിയിൽ ഉൾപ്പെടുന്ന 2 ഫ്രീക്വൻസി 2 മണിക്കൂർ അടിക്കുമ്പോഴത്തേക്ക് ജോയിൻ ആയിട്ട് വരുന്ന ഒരു ഫ്രീക്വൻസി. അത് വളരെ വളരെ അമൂല്യമാണ്. അതിനകത്തെ ആ വർക്ക് എന്ന് പറയുന്നത് വളരെ ഡിവൈനായിട്ടുള്ള ഈ പറഞ്ഞ ഈ അയ്യപ്പ ചൈതന്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാധനങ്ങളാണ്. അതാണ് മോഷണം പോയിരിക്കുന്നത്. അത് മോഷ്ടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ അജികുമാർ എന്ന് പറഞ്ഞ മരിച്ച ആളും ഇപ്പൊ നമ്മുടെ ഇത് കൊണ്ടുവന്നിരിക്കുന്ന എന്താ പറയാ അതിന് പകരം മണി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വാസുദേവൻ. ഇപ്പൊ നമ്മുടെ ധാരപാലപാളികളുടെ അടിയിലത്തെ സാധനം പോലീസ് നമ്മുടെ ആദ്യത്തെ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന അദ്ദേഹമാണ് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ കൊടുത്തിരിക്കുന്നത്. ഈ അജികുമാറിന്റെ മരണം അടക്കം അന്വേഷിക്കപ്പെടേണ്ടതാണല്ലേ? 2019 ശേഷം ഈ കോവിഡ് കാലത്താണ് ഈ മരണം ഉണ്ടാകുന്നത്. പോസ്റ്റ്മോർട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതെ. ആ മരണസമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സംഘത്തിൽപ്പെടുന്ന ആൾക്കാർ മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ അതിനെ കുറിച്ച് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാര്യം അത് ഈ ഉറപ്പായിട്ട് ഈ കൊള്ളമുതലിന്റെ സാധനമാണ്. ഈ മണിയൊക്കെ വിറ്റ കാശിന്റെ അല്ലെ 40 ലക്ഷവും 35 ലക്ഷം രൂപ മണിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തെന്ന് പറയുന്നത് എങ്ങനെയാണ് അത് വരിക? ഈ അജികുമാർ 35-40 ലക്ഷം രൂപ സ്പോൺസർ ചെയ്തെന്നാണ് പറയുന്നത്. ഈ 2 മണിക്ക് എങ്ങനെയാണ് 35 ലക്ഷം രൂപ വില വരിക? അതൊരു ഡ്യൂപ്ലിക്കേറ്റ് മണി ഉണ്ടാക്കുന്നതിന് അതാ അതിന്റെ വെയിറ്റ് അനുസരിച്ച് ഒരു 50,000 1 ലക്ഷം രൂപ വരും. 1 ലക്ഷം രൂപയുടെ 2 മണി അവർ സ്പോൺസർ ചെയ്താൽ അതിനുവേണ്ടി 35 ലക്ഷം രൂപയുടെ ഇടപാട് എവിടെയാ വരിക? ആ ഇടപാട് ഉറപ്പായിട്ട് ദുരൂഹമാണ്. അത് ഇത് വിറ്റതിന്റെ ഇതിന്റെ അവരുടെ ഒരാളുടെ വീതമോ അല്ലെ അങ്ങനെ എന്തെങ്കിലും തർക്കമോ അതിന്റെ പേരിലായിരിക്കും കൊലപാതകം വരെ നടന്നിരിക്കുന്നത്. അത്രമാത്രം ഗുരുതരമായ വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. ആ കൊടിമരം തന്നെ ഒരു കുഴപ്പമില്ലാത്ത 1971 പ്രകാളം ഫാസി എന്ന് പറഞ്ഞ അദ്ദേഹം ഇതായിരിക്കുന്ന ഒരു കൊടിമരമാണ്. അതുപോലും ഒരു പ്രശ്നമില്ലാതെ പിന്നെ അടുത്തൊരു കൊടിമരം പണിതു. അതിനകത്ത് പഴയ കൊടിമരം കാണുന്നില്ല. ആ കൊടിമരത്തിനകത്ത് ഏകദേശം 10 കിലോളം ദിവസം കൂടെ മുടക്കിയിട്ടുണ്ട്. 10 കിലോ സ്വർണ്ണമുള്ള കൊടിമരമാണ്. ആ കൊടിമരം ഇല്ല എവിടെ. അത് അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ആ കൊടിമരം ഇല്ല. അതുപോലെ തന്നെ അതിനകത്തെ അഷ്ടദിക്പാലകരിൽ ഇപ്പൊ വാജിവാഹനം അദ്ദേഹം ഉണ്ടെന്ന് പറയുന്നു. അഷ്ടദിക്പാലകർ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനത്തെയൊക്കെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ. ഇത് നിസാരം സ്വർണത്തിന്റെയോ നിസാരം സംഭവത്തിന്റെയോ അല്ല. കാര്യം അത്രമാത്രം പണം ഉണ്ടെങ്കിൽ ലക്ഷം രൂപയ്ക്ക് ഇത്രയും ആൾക്കാരുടെ തീർച്ചയായും വലിയ അമ്പരപ്പോട് കൂടി പറഞ്ഞ ഒരു കാര്യമാണ്. ശബരിമലയിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ 18-ാം പടിക്ക് മുകളിൽ തൂക്കിയിരുന്ന അമൂല്യമായ മണികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഒരു വസ്തു അത് പമ്പ കടന്നു വന്നാൽ അതിന് അവിടെ വാങ്ങാൻ കിട്ടുന്ന 5 രൂപ എന്നുള്ളതല്ല അതിന്റെ വില എന്ന് പറയുന്നത്. വിശ്വാസപൂർവമായ വിലയാണ്, വിശ്വാസത്തിന്റെ വിലയാണ്.